തൃശൂർ ചാലക്കുടിയിലാണ് ബാങ്ക് ജീവനക്കാരെ ബന്ദികളാക്കി വൻ കവർച്ച നടന്നത്. ചാലക്കുടി ഫെഡറൽ ബാങ്ക് ശാഖയിലെ ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരുന്നു ഈ കവർച്ച. 15 ലക്ഷം രൂപയോളം കവർന്നു എന്നാണ് നിഗമനം. ക്യാഷ് കൗണ്ടറിൽ നടന്ന മോഷ്ടാവ് ക്യാഷ്യറെ ബന്ദിയാക്കി, തുടർന്ന് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മോഷ്ടാവ് എത്തുന്നതിന്റെയും കവർച്ച നടത്തുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഹലോ അവിടെ ഒരു കള്ളം വന്നേ, കൊണ്ടുപോയി 2 മിനിറ്റ് ഞാൻ സന്ദേശം വിളിക്കാം. റെയിൽവേ സ്റ്റേഷനുകളിലും ജില്ലാ അതിർത്തികളിലും പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുന്നു. മോഷ്ടാവ് എവിടേക്കാണ് പോയത് എന്ന സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് റൂറൽ SP B കൃഷ്ണകുമാർ പറഞ്ഞു. ഇവര് ഒരു പിയൂണ് മാത്രം ഫ്രണ്ട് കൗണ്ടറിലുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ അകത്തായിരുന്നു. ആഹാരം കഴിക്കാൻ ഡൈനിങ് ഹാളിനകത്തായിരുന്നു. അപ്പോൾ ആ സമയം തന്നെ മനസ്സിലാക്കി കൃത്യമായിട്ട് വന്നു. കയ്യിലൊരു കത്തി, സാധാരണ നമ്മൾ കറിക്കത്തിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തി, നൈഫ്, അത് പിയൂണിനെ കാണിച്ചിട്ട് നേരെ ക്യാഷ് കൗണ്ടറിലോട്ട് പോയി ആ ഗ്ലാസ് പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന ഈ 47 ലക്ഷം രൂപ നിരത്തി പല ബണ്ടിലായിട്ട് വെച്ചിരുന്ന 3 ബണ്ടിൽ 15 ലക്ഷത്തോളം രൂപ 3 ബണ്ടിലെടുത്ത് അയാളുടെ ബാഗിനകത്തോട്ട് വെച്ച് ഏതാണ്ടൊരു 2-3 മിനിറ്റ്സ് ആണ് അയാൾ ആകെ ബാങ്കിനകത്ത് ചെലവഴിച്ചത്. നേരെ ഇറങ്ങി പോയി. ഇത്രയാണ്. ഇവിടുന്ന് പോയ ഭാഗം എങ്ങോട്ട് പോയി എന്നുള്ളതിൻ്റെയൊക്കെ സൂചന കിട്ടിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ വൈസ് തന്നെ കേസ് ഡിറ്റക്ട് ചെയ്യാനുള്ള എല്ലാ നടപടികളും ചെയ്തു വരികയാണ്. തൃശ്ശൂരിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആസിഫ്, കൃത്യമായ ആസൂത്രണത്തോടെ എത്തിയ അക്രമി 2-3 മിനിറ്റുകൾ മാത്രമെടുത്ത കവർച്ച 15 ലക്ഷം രൂപ കവർന്നിരിക്കുന്നു. ഒരു പ്ലാൻഡ് റോബറിയാണ് നടന്നിരിക്കുന്നത് എന്ന വിലയിരുത്തലിലേക്ക് പോലീസും എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ അക്രമിക്കായുള്ള തിരച്ചിൽ? വിവരങ്ങൾ. സേതു, തീർച്ചയായും അത് കൃത്യമായ മുൻകൂട്ടിയുള്ള പ്ലാനിങ്ങോട് കൂടി നടന്ന കവർച്ചയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം വളരെ പെട്ടെന്നാണ് ഈ കവർച്ച നടത്തി പ്രതി ഇവിടെ നിന്ന് പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായി കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. 2:12 പ്രതി ഇത്തരത്തിൽ നമുക്ക് കാണുന്ന ഈ ബാങ്കിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഉള്ള സ്ഥലത്തേക്ക് എത്തുന്നു. ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ബാങ്കിന്റെ ഉള്ളിലേക്ക് പ്രതി കടക്കുന്നു. ആ സമയത്ത് പിയൂൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിയൂണുമായി ഇയാൾ സംസാരിക്കുന്നത് കേട്ടാണ് പിന്നീട് മാനേജർ ഇങ്ങോട്ട് വരുന്നത്. പിന്നീട് ഇവർ രണ്ടുപേരെയും ബന്ദിയാക്കിയതിനു ശേഷമാണ് പ്രതി കവർച്ചയിലേക്ക് കടക്കുന്നത്. 47 ലക്ഷം രൂപയാണ് ഈ സമയത്ത് ബാങ്കിൽ ഉണ്ടായിരുന്നത്. അതിൽ 3 ബണ്ടിലുള്ള പണമാണ് പ്രതി കയ്യിലെടുക്കുന്നത്. അതായത് 15 ലക്ഷം രൂപ പ്രതി അത്തരത്തിൽ മോഷ്ടിക്കുന്നു. ഇയാൾ ഹിന്ദിയിലാണ് സംസാരിച്ചത് എന്നുള്ള കാര്യമാണ് ബാങ്ക് ജീവനക്കാരിൽ നിന്നും അടക്കം പോലീസിന് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇയാൾ എവിടേക്കാണ് പോയത് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ സൂചനകളടക്കം ലഭിച്ചിട്ടുണ്ട് എന്നാണ് റൂറൽ SP മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. വാഹനത്തെക്കുറിച്ച് കൃത്യമായ അറിവുണ്ട്. ഇവിടേക്ക് വന്നപ്പോൾ പ്രതി ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇയാൾ ഇത് ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത കവർച്ചയാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല. ഇയാൾക്ക് മറ്റേതെങ്കിലും തരത്തിൽ സഹായം ലഭിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ഏതായാലും ഇപ്പോൾ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയമടക്കം കൃത്യമായി മനസ്സിലാക്കി തന്നെ ഒരു ഇടപെടലാണ് ഇയാൾ നടത്തിയത്. ബാങ്കിൽ ആ സമയത്ത് അധികം ജീവനക്കാരില്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പ്രതി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ഇയാൾ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇതിന് സമാനമായ രീതിയിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇയാൾക്ക് കൃത്യമായ ഒരു സഹായം അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത അടക്കം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും 47 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ പോലും 15 ലക്ഷം രൂപ കൈക്കലാക്കിയാണ് ഈ പ്രതി ഇവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തത്. ഈ പ്രതി രക്ഷപ്പെട്ട റൂട്ടടക്കം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വാഹനം സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. വാഹനം ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവച്ചത്. ഏതായാലും വ്യാപകമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന അതിർത്തികളിലും പരിശോധന നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതി ഇവിടെ നിന്നും ബാങ്കിൽ നിന്ന് മോഷണം നടത്തി പോയ റൂട്ട് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഹൈവേയിലേക്ക് ഇവിടെ നിന്ന് കയറാവുന്ന പാതയിലേക്കാണ്. അവിടെ നിന്ന് എറണാകുളത്തേക്ക് പോകാം, തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാം. അതുപോലെ തന്നെ അവിടെ നിന്ന് കുറച്ചിപ്പുറത്തേക്ക് മാറിയാൽ അതിരപ്പള്ളി വഴി
മുന്നോട്ട് പോകാൻ കഴിയും, അങ്ങനെ സംസ്ഥാന അതിർത്തി പിന്നിടാൻ കഴിയും, അങ്ങനെ വിവിധ സാധ്യതകൾ പ്രതിക്ക് രക്ഷപ്പെടാനുണ്ട്. ചാലക്കുടി വഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ 4 ഭാഗത്തുകൂടിയും പ്രതിക്ക് മുന്നോട്ട് പോയി പല ഭാഗങ്ങളിലേക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും എന്തായാലും അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഈ മോഷണം നടന്ന ഏകദേശം 1 മണിക്കൂറോളം തന്നെ ഉള്ളിൽ തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലുള്ള പരിശോധന പോലീസിന് ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ദൂരേക്കടക്കം പ്രതി പോകാനുള്ള സാധ്യത ഇല്ലാത്ത ഒരു ഘട്ടം കൂടിയുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന അടക്കം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പമാണ് എല്ലാ തരത്തിലും പ്രതിയെ പിടികൂടാനുള്ള കൃത്യമായ ശ്രമത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന. എന്തായാലും ഞെട്ടിക്കുന്ന ഒരു മോഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നതെന്ന് നമുക്ക് പറയാം. പട്ടാപ്പകൽ ഒരു ബാങ്കിലേക്ക് എത്തുന്നു. ബാങ്കിലേക്ക് 2:12 പ്രവേശിക്കുന്ന പ്രതി 3 മിനിറ്റ് കൊണ്ട് കത്തി കാണിച്ച് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പണവുമായി കടന്നു കളയുന്നു. 47 ലക്ഷം രൂപ ഉണ്ടായതിൽ നിന്ന് 15 ലക്ഷം രൂപ പ്രതി കൈക്കലാക്കുന്നു. ഏകദേശം 3 മിനിറ്റ് സമയം മാത്രമാണ് പ്രതി ബാങ്കിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതും വളരെ വേഗം നടത്തിയ ഓപ്പറേഷൻ. അതായത് ബാങ്കിന്റെ മുമ്പിലേക്ക് എത്തി ഒരു തരത്തിലുമുള്ള ഒരു ആശങ്കകളില്ലാതെ തന്നെ ബാങ്കിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇതേ ഭാഗത്താണ് ബൈക്ക് പാർക്ക് ചെയ്യുന്നത്. ഇവിടെ വന്ന് ബൈക്ക് പാർക്ക് ചെയ്യുന്നു, ബൈക്ക് തിരിച്ചാണ് നിർത്തുന്നത്. അതായത് മോഷണം നടത്തി ഇറങ്ങിയാൽ ഉടൻ തന്നെ വന്ന വഴി തന്നെ ബൈക്ക് എടുത്തുകൊണ്ട് പോകുക ലക്ഷ്യമിട്ടുകൊണ്ട് വണ്ടി അത്തരത്തിൽ പാർക്ക് ചെയ്യുന്നു. 3 മിനിറ്റ് കൊണ്ട് തന്നെ ബാങ്കിന്റെ ഉള്ളിൽ കടന്ന കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ മോഷ്ടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു, അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എന്തായാലും പോലീസിനെ അടക്കം വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. തൊട്ടടുത്തെല്ലാം കടകളുള്ള നഗരത്തിന്റെ സമീപത്ത് തന്നെയുള്ള ഒരു പ്രദേശത്ത് തൊട്ട ഫ്രണ്ടിൽ വലിയ രീതിയിൽ വിശ്വാസികൾ പങ്കെടുക്കുന്ന ചർച്ചുള്ള ഒരു സ്ഥലത്ത് ആളുകൾ വലിയ രീതിയിൽ കൂടുന്ന ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ മോഷണം നടന്നിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും സജീവമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ജില്ലാ അതിർത്തികളിലും സംസ്ഥാന അതിർത്തികളിലും റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ഉള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. രാജ്യത്ത് എല്ലായിടത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്താനും സംശയം തോന്നുന്നവരെ കണ്ടെത്താനുമുള്ള നിർദ്ദേശം നൽകിയതായി റൂറൽ SP ഏതായാലും വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും 47 ലക്ഷം രൂപയിൽ നിന്ന് 15 ലക്ഷം രൂപയുമായാണ് ഈ മോഷ്ടാവ് കടന്നു കളഞ്ഞിട്ടുള്ളത്. ശരി ആസിഫ, ചാലക്കുടിയിൽ പട്ടാപ്പകലുണ്ടായ ബാങ്ക് കൊള്ള, അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആസിഫ. ഒപ്പം മോഷ്ടാവിനായുള്ള തിരച്ചിൽ വ്യാപകമാക്കിയിരിക്കുന്നു പോലീസ്.